യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക്, പഴുത്ത ചാമ്പയ്ക്ക് കിട്ടി. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് അച്ചാറിടാമെന്ന്. അപ്പോൾ അത് ചാമ്പയ്ക്ക് നല്ല വൃത്തിയായിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതിലെ കുരുക്കളുണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഉള്ളതിനെയൊക്കെ ഇതേപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം നീളത്തിന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് പകരം നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നതിന് ശേഷം നമ്മൾ കടുക് കൂടെ ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4-5 വറ്റൽമുളക് ഇതേപോലെ പിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ നല്ലോണം ഒന്ന് അത് കളർ മാറിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഗ്യാസ് ഓഫാക്കി വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. അതിലിപ്പം കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ആയതാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് കായവും കൂടെ ചേർത്ത് നമുക്ക് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നാൽ പച്ച ചുവ മാറുന്നവരെ, പൊടികളെല്ലാം പച്ച ചുവ മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം അതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കണം. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കുറുകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് കുറുകി ഒരു ഇതാവുന്നത് വരെ നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫാക്കി വയ്ക്കും. ഓഫാക്കി വയ്ക്കുമെന്ന് എന്തിനെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ചൂടാറണം. ഇതിൻ്റെ അരപ്പൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ ചാമ്പയ്ക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചാമ്പയ്ക്ക് പെട്ടെന്ന് വെന്തോ, അതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചാമ്പയ്ക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറവായതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തതാണ്. ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അങ്ങാനും വിനാഗിരി ചേർത്താൽ മതി. നല്ല പുളിപ്പുള്ളതായതുകൊണ്ട് കുറച്ചാണ് ചേർത്തത്. പുളിപ്പിനനുസരിച്ച് നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രുചികരമായ ചാമ്പയ്ക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.